ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കഥ നടക്കുന്നത് 2040 സൂര്യൻ എന്ന് പറയുന്ന ഒരാള് അയാളുടെ ലവ് ഇൻഷുറൻസ് കമ്പനിയിലൂടെ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ലൈക്ക് എന്നാണ്. സൂര്യന് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരാളും ചതിക്കപ്പെടാൻ പാടില്ലെന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിനെ അവർക്ക് കണ്ടെത്താൻ സാധിക്കണമെന്നും സൂര്യൻ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഈ ആപ്പ് ഉണ്ടാക്കിയത്. ഈ ആപ്പിന് ഒരു വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ വോയിസ് ഇയാൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നും നമ്മുടെ നായകനായ വൈഭവിന്റെ വോയിസ് ആണ് ആര്യൻ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ തന്റെ വോയിസ് ആ ആപ്പിന് കൊടുക്കുമ്പോൾ നമ്മുടെ നായകൻ അറിയില്ലായിരുന്നു അതുമൂലം അവന് തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണെന്ന്. ഇനി ഈ ആപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലവ് ഇൻഷുറൻസ് കമ്പനി ഒരു ബോക്സ് രൂപത്തിലാണ് തങ്ങളുടെ സാധനങ്ങൾ വെക്കുന്നത്. അതിനുള്ളിൽ ഒരു ഫോണും ഒരു റിങ്ങും പിന്നെ മെമ്മറി കാർഡ് പോലൊരു ചിപ്പും ഉണ്ടാകും. ആ കാർഡിനുള്ളിലായിരിക്കും എല്ലാ ഡേറ്റാസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റിങ് കയ്യിലിട്ട ശേഷം ആപ്പ് ആക്ടിവേറ്റ് ആക്കണം. പിന്നീട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റിങ്ങിനോട് സംസാരിച്ചാൽ മതി. ഇതിനുള്ള മറുപടി എല്ലാം തന്നെ വോയിസ് രൂപത്തിൽ കിട്ടും. എയുടെ ഒരു പുതിയ വേർഷൻ ആയിരുന്നു ഇത്. കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ആ റിങ്സ് കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് തമ്മിൽ കണക്ട് ആക്കണം. അങ്ങനെ കണക്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. കമ്മിറ്റഡ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ റിങ് കയ്യിലിട്ടുകൊണ്ട് കൈ കോർത്ത് പിടിക്കണം. അപ്പോൾ ആ രണ്ട് റിങ്ങും ചേർന്നിട്ട് അവരുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാർട്ട്ണറിന് അറിയാൻ പറ്റും. പെൺകുട്ടി അറിയാതെ പയ്യനും എങ്ങോട്ടും പോകാൻ പറ്റില്ല, പയ്യൻ അറിയാതെ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തന്റെ കാമുകൻ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ റിങ്ങിലൂടെ അറിയാനും പറ്റും. അതുകൊണ്ട് ആർക്കും പരസ്പരം ചീറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ സത്യങ്ങളും ലൈക്ക് ആപ്പ് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ആപ്പ് വഴി അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് എങ്ങനെയുള്ള ആളെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ നായികയായ ദീമയാകട്ടെ ഈ ആപ്പ് പർച്ചേസ് ചെയ്ത ശേഷം ആ ആപ്പിനോട് പറയുന്നുണ്ട്, ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാത്ത എന്നെ സിൻസിയർ ആയിട്ട് പ്രണയിക്കുന്ന ഒരാളെ എനിക്ക് കണ്ടെത്തി തരണമെന്ന്. 2040 ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഈ ഒരു ലൈക്ക് ആപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ആര്യന്റെ ഈ ആപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടി. ഫോണിന്റെ ലോകത്തായി എല്ലാവർക്കും സോഷ്യൽ മീഡിയയും അതിൽ കിട്ടുന്ന ലൈക്സും കമന്റ്സും ഫോളോവേഴ്സും ഒക്കെയായിരുന്നു വലുത്. പക്ഷെ അപ്പോഴും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഓർഗാനിക് വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ നായകനായ വൈഭവും അവന്റെ അച്ഛനുമാണ്. വൈഭവിനെ വാസെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. തങ്ങളുടെ ഫോൺ അഡിക്ഷൻ മാറ്റാനാണ് പല ആൾക്കാരും അവിടെയൊക്കെ വരുന്നത്. കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ അവരെ അവിടെ കൊണ്ടാക്കും. ഫോണില്ലാതെ കുട്ടികൾ ആഹാരം പോലും കഴിക്കില്ല. എന്നാൽ ആഹാരം കഴിക്കണമെങ്കിൽ ഫോണിന്റെ ആവശ്യമില്ലാന്നും കുട്ടികളെ പല കഥകളും പറഞ്ഞുകൊടുത്ത് ആഹാരം കഴിപ്പിക്കാമെന്നും വാസ് അവരെല്ലാം തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഫോണിന്റെ ലോകത്തു നിന്നും കുട്ടികളെ മാറ്റി നിർത്തി പുതിയ എന്റർടൈൻമെന്റ് അവർക്ക് കൊടുക്കാനും സ്പോർട്സിലും മറ്റ് ആക്ടിവിറ്റീസിലും അവരെ പങ്കെടുപ്പിക്കാനും എല്ലാം തന്നെ വൈഭവ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഫോണിൽ മാത്രം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ അതൊക്കെ സ്വന്തമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ആരംഭിച്ചു. വാസിന്റെ അച്ഛനൊരു കരാട്ടെ മാസ്റ്ററാണ്. വാസിനും അത്യാവശ്യ അടവുകളൊക്കെ അറിയാം. ഈ കാലത്ത് എന്തിനും ഏതിനും ഫോണും അതിനകത്ത് ആപ്പും ഉണ്ട്. പണ്ടൊക്കെ ആൾക്കാർ ചീട്ട് കളിക്കുമായിരുന്നു. ഇപ്പോ ആകട്ടെ റമ്മി കളി എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കിട്ടും. കുട്ടികളെ നേരത്തെ പുറത്തുപോയി ഒരുമിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഫോണില് ഗെയിംസ് കളിക്കുന്നു. അതിനെ വാങ്ങാൻ പോലും പുറത്തിറങ്ങണ്ട, എല്ലാം നിൽക്കുന്നിടത്ത് ഡെലിവറി ആകും. അങ്ങനെ സാങ്കേതിക വിദ്യ മനുഷ്യന്റെ പല ജോലികളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രണയിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അവിടെയും താൻ തന്നെ വോയിസ് കൊടുത്ത ആപ്പാണ് തനിക്കിപ്പോ വെല്ലുവിളിയായിട്ടിരിക്കുന്നത്. ലൈക്ക് ആപ്പ് ഇല്ലാത്ത ആൾക്കാരെ പെൺകുട്ടികൾ പ്രണയിക്കാൻ തയ്യാറല്ല. കാരണം ലൈക്ക് ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ ലൈഫിലെ കംപ്ലീറ്റ് കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. ലൈക്ക് പറയുന്നതെല്ലാം സത്യമാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. വാസനും ഫോണൊക്കെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവനത് നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം അവന്റെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്നും നീ എപ്പോഴും തല നിവർത്തി പിടിച്ച് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നും മറ്റുള്ളവരെ പോലെ ഫോൺ നോക്കി തല കുമ്പിട്ട് നടക്കണ്ടെന്ന്. വാസിന്റെ അച്ഛൻ ഇത്രയധികം ഫോണിനെ എതിർക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. വാസിനെ കൂടാതെ അയാൾക്കൊരു മകളുണ്ടായിരുന്നു. തമിഴ് സെൽവി എന്നായിരുന്നു അവളുടെ പേര്. എന്നാൽ അവളാകട്ടെ വല്ലാത്ത ഫോൺ അഡിക്റ്റ് ആയിരുന്നു. എപ്പോ നോക്കിയാലും ഫോണിൽ നോക്കിയാണ് അവൾ ഇരിക്കുന്നത്. ഫോണില്ലാതെ ഒരു ദിവസം പോലും അവൾക്ക് പറ്റില്ല. ഒരു നിമിഷം പോലും അത് കയ്യിലില്ലാതെ ഇരിക്കുന്നത് അവളെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എപ്പോഴും തന്റെ ഫോളോവേഴ്സിനെ പറ്റിയും ലൈക്സും റീച്ചും കിട്ടുന്നതിനെ പറ്റിയായിരുന്നു അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധികാരം ശ്രദ്ധിക്കാത്ത പെൺകുട്ടിയായിരുന്നു അവൾ. എന്നാൽ സോഷ്യൽ മീഡിയയുടെ കാലമൊക്കെ വന്നതോടുകൂടി അവളിടുന്ന പോസ്റ്റിനും വീഡിയോസിനും ഒക്കെ തന്നെ ഒരുപാട് ലൈക്സും കമന്റ്സും വരികയും അവരൊക്കെ കൊള്ളാമെന്ന് പറയുമ്പോൾ അത് അവൾക്ക് കിട്ടുന്ന വലിയ എന്തോ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് അവൾക്ക് തോന്നുകയും ചെയ്യുമായിരുന്നു. ഫോൺ തന്റെ കയ്യിലില്ലെങ്കിൽ താൻ ശരിക്കും മരിച്ചു പോകുന്നവരെ അവൾക്ക് തോന്നുന്നുവെന്ന് അവൾ തന്റെ അച്ഛനോട് പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു മേളയ്ക്ക് പോകുന്നു. അവളാകട്ടെ അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. ഫോൺ യൂസ് ചെയ്തുകൊണ്ട് റോഡ് സൈഡിലൂടെ നടന്നതും അവളെ വണ്ടി ഇടിക്കുകയും സ്പോട്ടിൽ തന്നെ അവൾ മരിക്കുകയും ചെയ്തു. ആ ഫോണായിരുന്നു തന്റെ മകളുടെ മരണത്തിന് കാരണമെന്ന് അവളുടെ അച്ഛന് മനസ്സിലായി. അതുകൊണ്ടാണ് ഓർഗാനിക് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അയാൾ തുടങ്ങിയതും ഫോൺ അഡിക്ഷൻ ഉള്ളവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് പല ആക്ടിവിറ്റീസും ചെയ്ത് ആ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. ആ കോമ്പൗണ്ടിനുള്ളിൽ ജാമേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ
രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുകയും അതിലൂടെ അക്കൗണ്ട് ബാൻ കിട്ടിയവരുവാണെങ്കിൽ അവർ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ സ്ഥാപനത്തിലേക്ക് വരണമായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ വാസിന്റെ സൗണ്ട് യൂസ് ചെയ്ത് ലൈക്ക് ആപ്പ് വലിയ ഹിറ്റായി മാറി. അതിനവന് നല്ലൊരു ശതമാനം കമ്മീഷൻ കിട്ടണമായിരുന്നു. ആ ഒരു തുക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ സൂര്യന്റെ ഓഫീസിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ ഫോണേ ഇല്ല, അവൻ ഫോണേ യൂസ് ചെയ്യാറില്ല എന്നറിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. സൂര്യന് ചുറ്റും കുറെ റോബോട്ട്സ് ആണുള്ളത്. കൂട്ടത്തിലുള്ള മനുഷ്യന്മാരെയൊന്നും സൂര്യന് ഇഷ്ടമായിരുന്നില്ല. സ്വന്തം അച്ഛന്റെ മെമ്മറീസ് എല്ലാം തന്നെ ഒരു റോബോട്ടിന് കൊടുത്തിട്ട് അത് തന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടാണ് സൂര്യൻ കൊണ്ടു നടക്കുന്നത്. കൂടാതെ സഹോദരനായിട്ട് തന്റെ ഒരു റോബോട്ടിനെയും അയാൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഗേൾഫ്രണ്ട് ആയിട്ട് പോലും റോബോട്ടിനെയാണ് അയാൾ തന്റെ കൂടെ നിർത്തിയിരുന്നത്. പക്ഷെ ആ റോബോട്ടിനെ കണ്ടു കഴിഞ്ഞാൽ അത് റിയൽ ആയിട്ടുള്ള പെൺകുട്ടിയാണെന്നേ തോന്നും. എന്നാൽ സൂര്യൻ പറയുന്നുണ്ട് അത് റോബോട്ടാണ്, റിയൽ ആയിട്ടുള്ള പെൺകുട്ടി അല്ല എന്ന്. അതുകൊണ്ട് ആരും അനാവശ്യമായിട്ട് അവളെ കണ്ണുവെക്കുകയും വേണ്ട, തൊടുകയും വേണ്ട. ഓർഗാനിക് വേൾഡിൽ നിന്നാണ് താൻ വരുന്നതെന്ന് വാസ പറഞ്ഞപ്പോഴേക്കും സൂര്യൻ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഓൺലൈനിൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ജയിലിലിടുന്ന പോലെ ഇടുന്ന സ്ഥലമല്ലേ അതെന്ന്. ഇവന് ഫോണില്ലാന്നറിഞ്ഞത് കാരണം സൂര്യൻ ആകെ ദേഷ്യത്തിലായിരുന്നു. തന്റെ ആപ്പിന്റെ തന്നെ വോയിസ് ആയിട്ടുള്ളവന് ഫോണില്ല, ലൈക്ക് ആപ്പ് അവന്റെ കയ്യിലില്ല. എന്നെങ്കിലും ഒരിക്കല് ഇവൻ തന്റെ ആപ്പില് ജോയിൻ ചെയ്യുമെന്നും അന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ തരണമെന്നും തന്റെ റോബോട്ട്സിനോട് സൂര്യൻ പറയുന്നുണ്ട്. അവിടെ നിന്നും പുറത്തിറങ്ങിയ വാസാകട്ടെ നമ്മുടെ നായികയായ ധീമയെ അവിടെ വെച്ച് കാണുന്നു. മഴയായ കാരണം അവന്റെ കുടയിലേക്ക് അവൾ ഓടിക്കയറിയതാണ്. കണ്ട മാത്രയിൽ തന്നെ അവളോട് വല്ലാത്തൊരു ഇഷ്ടം വാസന് തോന്നി. അവന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുകയും പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയും ചെയ്തു. കൊഴിഞ്ഞു വീണ അവനെ അവിടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഹോസ്പിറ്റലിലാക്കി. അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ ഉറ്റ സുഹൃത്താണ് കൽക്കി എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ഡോക്ടർ നോക്കിയ ശേഷം എല്ലാവരോടും പറയുന്നുണ്ട് അവന് ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന്. കുറച്ചു നേരത്തേക്ക് അവന്റെ ഹൃദയം ഇടിക്കാതെ ഇരുന്നു. എന്നാൽ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഒരു പെൺകുട്ടിയെ കണ്ട നിമിഷം എന്റെ ഹൃദയമിടിപ്പ് പോലെ നിന്നു പോയിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ പ്രണയിക്കണമെന്നാണ് അവൻ കരുതുന്നത്. പക്ഷെ അവളെ ഇനി കാണുമെന്ന് പോലും വാസന അറിയില്ല. ധീമയും ഫോണിന്റെ ലോകത്തായിരുന്നു ജീവിക്കുന്നത്. എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ റീൽസ് ചെയ്യണം, വീഡിയോസ് ഇടണം, അത് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ധീമയുടെ അമ്മയും അതുപോലെ തന്നെ ഫോണിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. അവരും തന്റെ ഫോളോവേഴ്സിനെ കൂട്ടാനും വീഡിയോസ് ഇടാനുമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരുടെയും കൂടെ എല്ലാത്തിനും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ് ജോളി. അടുത്തിടെ ധീമയുടെ അമ്മയാകട്ടെ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുമൂലം ഒരാൾക്ക് വലിയ ലോസ് ഉണ്ടാവുകയും അയാൾ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. അത് കാരണം ധീമയുടെ അമ്മയുടെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് ബാനായി. അങ്ങനെ അക്കൗണ്ട് ബാനായി കഴിഞ്ഞാൽ ശിക്ഷ എന്നുള്ള രീതിയിൽ ഓർഗാനിക് വേൾഡിലേക്ക് ഇവർ എത്തണം. 6 മാസത്തേക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോണിലെ ആ ചിപ്പ് മാത്രം ഊരി മാറ്റിയ ശേഷം ഫോൺ അവിടെ കൊണ്ടുപോയി എറിഞ്ഞു പൊട്ടിച്ച് കളയണം. എന്നെങ്കിൽ മാത്രമേ 6 മാസം അവിടെ നിൽക്കാൻ പറ്റൂ. ധീമ തന്റെ അമ്മയും കൊണ്ട് അവിടേക്ക് വരുന്നു. അവിടെ വെച്ച് വാസ് ധീമയെ വീണ്ടും കാണുന്നു. അവൻ തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞ പെൺകുട്ടി ഇതാണെന്ന്. തന്റെ അമ്മയെ അവിടെ ആക്കിയ ശേഷം ധീമ പോകാൻ തുടങ്ങിയതും അവളുടെ അമ്മയാകട്ടെ അവളോട് പറയുന്നുണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്റെ അക്കൗണ്ടിലെ ബാനൊക്കെ മാറും. അപ്പൊ വീണ്ടും തന്റെ ഫോളോവേഴ്സിനെ എല്ലാം അതുപോലെ തന്നെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന്. അവരൊന്നും കുറഞ്ഞു പോകാൻ പാടില്ലെന്ന്. അക്കൗണ്ടെല്ലാം താൻ കൈകാര്യം ചെയ്തുകൊള്ളാമെന്ന് ധീമ പറയുന്നു. വാസാകട്ടെ ധീമയോട് വന്ന് സംസാരിക്കുന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ടെന്ന്. എന്നാൽ പെട്ടെന്ന് അവൻ വന്ന് സംസാരിച്ചപ്പോൾ ധീമ ഞെട്ടലോടുകൂടി അവനോട് ചോദിക്കുന്നുണ്ട് ലൈക്ക് ആപ്പിനകത്ത് സൗണ്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളാണോ എന്ന്. അതേന്ന് അവൻ പറയുന്നു. അത് കേട്ടതോടെ ധീമയ്ക്ക് ഒരുപാട് സന്തോഷമായി. താൻ ദിവസവും സംസാരിക്കുന്ന ആപ്പിന് സൗണ്ട് കൊടുത്ത ആളെ റിയൽ ആയിട്ട് കാണാൻ പറ്റിയല്ലോ എന്ന് അവൾ പറയുന്നു. അവന്റെ കൂടെ സെൽഫി എടുക്കുകയും ഒരു വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ചു നിർത്തി പറയുന്നുണ്ട് അന്ന് നമ്മൾ കണ്ടുമുട്ടിയ ശേഷം ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണം. അവളെ കോൺടാക്ട് ചെയ്യാൻ എന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഐഡി ഞാൻ തരാം, അതിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് തന്റെ കയ്യിൽ ഫോണൊന്നുമില്ല, നേരിട്ട് സംസാരിക്കാൻ എന്താ വഴിയെന്ന്. അതൊന്നും നടക്കില്ല, താൻ ഭയങ്കര ബിസിയാണ്, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയെ നടക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ അറ്റ്ലീസ്റ്റ് അവളുടെ പേരെങ്കിലും അറിഞ്ഞിരിക്കാന്ന് കരുതിയിട്ട് അവളുടെ പേരെന്താണെന്ന് അവൻ ചോദിക്കുകയും അവൾ ധീമ എന്ന് പറയുകയും ചെയ്തു. ആ സമയം സൂര്യന്റെ ആപ്പിനെതിരെ ആരൊക്കെ കേസ് കൊടുത്തിട്ട് അത് കോടതിയിൽ വരെ എത്തിയിരിക്കുന്നു. എന്നാൽ സൂര്യൻ വാദിക്കുന്നുണ്ട് തന്റെ ആപ്പ് കാരണം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും. സൂര്യന്റെ ആപ്പിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയായിരുന്നു. പരസ്പരം കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് എന്തെങ്കിലും കാരണവശാല് പിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ റിങ്സ് തമ്മിൽ ഒരിച്ചിട്ട് ബ്രേക്കപ്പ് ആക്കണം. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ലൈക്ക് ആപ്പ് കാണിച്ചു തരും. അയാള് മറ്റേയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. നമ്മുടെ ലൈഫിന് പോലും കവറേജ് ഉള്ള സമയത്ത് നമ്മുടെ പ്രണയത്തിന് ഒരു ഇൻഷുറൻസും കവറേജും ഒക്കെ ഉള്ളത് നല്ലതല്ലേ എന്നാണ് സൂര്യൻ ചോദിക്കുന്നത്. എന്നാൽ കോടതി ചോദിക്കുന്നുണ്ട് ഈ ആപ്പ് ഫുൾ ടൈം ഒരാളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിൽ കുളിക്കുകയാണെങ്കിൽ ആ ഒരു വിഷ്വൽസ് പോലും ഈ ആപ്പ് ക്യാപ്ചർ ചെയ്ത് അത് മറ്റുള്ളവരെ കാണിക്കില്ലെന്ന് ചോദിക്കുന്നു. എന്നാൽ സൂര്യൻ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല, ഒരു ഹസ്ബൻഡ് മറ്റാരുടെയെങ്കിലും വൈഫിന്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടികളുടെ കൂടെയോ ഏതെങ്കിലും ബന്ധത്തിലാവുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് കുളിക്കുകയോ ചെയ്തു കഴിഞ്ഞാലൊക്കെ ആ വിഷ്വൽസ് എല്ലാം തന്നെ എന്റെ ആപ്പ് റെക്കോർഡ് ചെയ്യും, എന്നിട്ടത് അയാളുടെ റിയൽ വൈഫിനെ കാണിക്കും. മറ്റുള്ളവരുടെ വൈഫിന്റെ കാര്യം നിൽക്കട്ടെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പേഴ്സണൽ മൊമെന്റ്സ് പോലും ഈ ആപ്പ് സീക്രട്ട് ആയിട്ട് വീഡിയോ എടുത്ത് വെക്കില്ലേ എന്ന് സൂര്യനോട് ചോദിച്ചതും സൂര്യൻ അത് സമ്മതിക്കുന്നു. ശരി, അവർ തമ്മിലുള്ള വീഡിയോസ് എല്ലാം എടുത്തു വെക്കും, എന്നാൽ അത് മറ്റുള്ളവരിലേക്ക് പോകില്ല, ഡേറ്റാസ് എല്ലാം തന്നെ സേഫ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സൂര്യൻ ഇതിനെല്ലാം ഓരോ ന്യായീകരണവും പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും CCTV ഉണ്ട്, ആൾക്കാർക്ക് അവരുടെ സേഫ്റ്റിയാണ് മുഖ്യം. ബാത്റൂമിൽ പോലും
ഒരു CCTV ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാ. ക്രൈമുകൾ അവിടെ നടക്കാം. പക്ഷെ അതെല്ലാം സേഫ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആപ്പാണ് എന്റേത്. ആൾക്കാർ തങ്ങളുടെ പ്രൈവസിയേക്കാൾ കൂടുതൽ സേഫ്റ്റിക്കാണ് ഇക്കാലത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. തന്റെ ആപ്പ് കൊണ്ട് ആൾക്കാർക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് ഉപയോഗിക്കുന്ന പല ആൾക്കാരുടെയും വീഡിയോസ് കോടതിയിൽ അയാൾ പ്ലേ ചെയ്യുന്നു. പല പെൺകുട്ടികളും ഈ ആപ്പിലൂടെ തങ്ങൾക്ക് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടിയെന്ന് പറയുന്നു. ഒരു പയ്യനാകട്ടെ പറയുന്നുണ്ട്, താനൊരിക്കൽ ആക്സിഡന്റ് ആയി കോമയിൽ കിടന്ന സമയത്ത് തന്റെ കാമുകിയും തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ കോമയിൽ നിന്ന് ഉണർന്ന ശേഷം താൻ ആപ്പിന്റെ സഹായത്തോടു കൂടി ഇവിടെ നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഈ കോറിഡോറിലൂടെ എന്റെ കാമുകി അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കൂടെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ ലൈക്ക് ആപ്പാണ് എനിക്ക് കാണിച്ചു തന്നത്. അതോടുകൂടി ഞാൻ ആ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. ലൈക്ക് ആപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാനും ചീറ്റ് ചെയ്യപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കപ്പലിനെ കാണിക്കുന്നുണ്ട്. അതിലെ സ്ത്രീക്കാകട്ടെ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി വീൽ ചെയറിലിരിക്കുകയാണ്. തന്റെ ഹസ്ബൻഡ് തന്നെ ചതിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈക്ക് ആപ്പിന്റെ സഹായം അവർ തേടുന്നുണ്ടായിരുന്നു. താനറിയാതെ തന്റെ ഹസ്ബൻഡ് എവിടെയും പോകില്ല എന്നാണ് അവർ പറയുന്നത്. ആ വീഡിയോസ് പ്ലേ ചെയ്ത കൂട്ടത്തിൽ ധീമയുടെ വീഡിയോ ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണുന്ന തന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് സിൻസിയർ ആയിട്ട് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന പയ്യന്മാരെ ലൈക്ക് ആപ്പ് കാണിച്ചു തരുമെന്നാണ് അവൾ പറയുന്നത്. ഇത്രയൊക്കെ കണ്ട കോടതിയാകട്ടെ ഒടുവിൽ സൂര്യനോട് പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നല്ലത് തന്നെ നിങ്ങളുടെ ആപ്പിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ 1 വർഷം സമയം തരാം. അതിനുള്ളിൽ 50 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ ആക്കണമെന്നും കൂടാതെ ഒരു കംപ്ലൈന്റ് പോലും നിങ്ങൾക്കെതിരെ വരാൻ പാടില്ലെന്നും. അതേസമയം വാസാകട്ടെ ധീമയുടെ കൂടെ റിലേഷൻഷിപ്പിലാകാനുള്ള പരിശ്രമത്തിലായിരുന്നു. ജോളിയാണ് അവൻ കൂട്ടുപിടിക്കുന്നത്. ധീമയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ജോളി വഴിയാണ് വാസ് അറിയുന്നതും. അവൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഫോണും കയ്യിൽ പിടിച്ച് നടക്കുന്നത് ചോദിക്കുമ്പോൾ ജോളി പറയുന്നുണ്ട്, പണ്ട് മുതലേ ഇവളുടെ അമ്മ ഫോൺ അഡിക്റ്റ് ആയിരുന്നു. സ്കൂളിൽ മറ്റു കുട്ടികളുടെ അമ്മമാരൊക്കെ ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും മറ്റ് ഐറ്റംസും ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ധീമയതുപോലെ തന്റെ അമ്മയോട് വന്ന് പറയുമായിരുന്നു, അമ്മ എനിക്ക് കേക്ക് ഉണ്ടാക്കി തരുമോ എന്ന്. എന്നാൽ ഇവര് പറയുന്നത്, കേക്കൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല, നീ വേണമെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിച്ചോ, ഇതാ ഫോണെന്ന്. ഫോണിൽ നിന്ന് തലനിവർത്തി തന്റെ മകളെ പോലും അവർ നോക്കില്ലായിരുന്നു. അവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തു. കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അലക്സയോട് ചോദിക്ക്, അലക്സ പറയുമെന്നാണ് പറയുന്നത്. ഒരമ്മ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഫോണിലൂടെയായിരുന്നു ധീമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവൾ എപ്പോഴും ഫോണിനോടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവൾക്ക് ഇത്രയും ഫോൺ അഡിക്ഷൻ വന്നത്. അവളുടെ അമ്മയും അച്ഛനും തമ്മിൽ നിരന്തരമായിട്ട് വഴക്കിടുമായിരുന്നു. അവർ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. തന്റെ ലൈഫും അങ്ങനെ ആകരുതെന്ന് ധീമ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും പിരിഞ്ഞ ശേഷം തന്നെ സിൻസിയർ ആയിട്ട് പ്രണയിക്കുന്ന ഒരാളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നാണ് ധീമ വിചാരിച്ചു വെച്ചിരുന്നത്. അതിനവൾ സഹായം ചോദിച്ചതും ലൈക്ക് ആപ്പിനോട് തന്നെയായിരുന്നു. ആപ്പിലൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ കണ്ടെത്തണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചതും. ആപ്പ് ഇല്ലാതെ അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ല എന്ന് വാസിന്റെ ഫ്രണ്ട്സും പറയുന്നു. കൽക്കിയാകട്ടെ അവനോട് പറയുന്നുണ്ട്, ആരും അറിയണ്ട, നീ ഒരു ഫോൺ വാങ്ങി യൂസ് ചെയ്യാൻ. പകൽ സമയമെല്ലാം നീ യൂസ് ചെയ്തോ, രാത്രിയിൽ നീ അച്ഛന്റെ അടുത്തേക്ക് പോകുമ്പോ ഫോൺ എന്റെ തന്നിട്ട് പോയാൽ മതി. ആദ്യമെല്ലാം വാസ് കുറെ ആലോചിക്കുന്നു. ഫോൺ വാങ്ങണ്ടെന്നാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷെ ധീമയോട് സംസാരിക്കാനും അവളെ കോൺടാക്ട് ചെയ്യാനും വേറെ വഴിയില്ലാത്ത കാരണം അവനും ലൈക്ക് ആപ്പിന്റെ കമ്പനിയിൽ നിന്നും ഒരു ഫോൺ വാങ്ങി. അതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത് കൽക്കയാണ്. ഒരു സൈഡിൽ സൂര്യനാകട്ടെ തന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സൈഡിൽ ധീമയ്ക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് അവൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വാസ്. ആ സമയം സൂര്യനാകട്ടെ തന്റെ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരുന്നു. ആ സമയം വാസ് അയച്ച റിക്വസ്റ്റ് ആകട്ടെ ധീമ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ പിന്നീട് ധീമയെ കാണാൻ പോവുകയും അവളുടെ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആവുന്നത് കാരണം രണ്ടുപേരും അവരുടെ റിങ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫ്രണ്ട്സ് ആവൂ. പക്ഷെ രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ചാല് കമ്മിറ്റഡ് ആണെന്നാണ് അർത്ഥം. കമ്മിറ്റഡ് ആകാനായിരുന്നു വാസിന് ഇഷ്ടം. അവൻ പിന്നീട് അതിനുള്ള ശ്രമത്തിലായി. ജോളി അവളുടെ കൂടെ നടക്കുന്ന പോലെ വാസും അവളുടെ കൂടെ നടക്കാനും അവൾ പോകുന്നിടത്തെല്ലാം പോകാനും തുടങ്ങി. അവളുടെ വീഡിയോ എടുക്കാനും അവളുടെ ഫോളോവേഴ്സിനെ കൂട്ടാനും എല്ലാം തന്നെ വാസും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് ആപ്പ് യൂസ് ചെയ്യാൻ പഠിച്ചതോടുകൂടി അവൻ എപ്പോഴും അതിൽ അവളിടുന്ന പോസ്റ്റ് നോക്കിയിരിക്കുകയും അവളോട് മെസ്സേജ് അയച്ചിരിക്കുകയും ചെയ്യുകയാണ്. പല രാത്രികളിലും അവൻ തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകാതെയായി. അതോടുകൂടി അവന്റെ അച്ഛനും ടെൻഷൻ കൂടി വരികയായിരുന്നു. അവൻ ചെല്ലാതെ അയാൾ ആഹാരം പോലും കഴിക്കില്ലായിരുന്നു. ഫോൺ എന്തെങ്കിലും യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ കള്ളം പറയുന്നുണ്ട്, താൻ ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്ന്. അച്ഛന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവൻ ഫോണാകട്ടെ കൽക്കിയുടെ അടുത്ത് കൊടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ സൂര്യനാകട്ടെ തന്റെ ആപ്പിലേക്ക് പുതിയൊരു ഫീച്ചർ കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പാർട്ട്നേഴ്സ് ആയിട്ടുള്ള 2 ആൾക്കാരെ കൊണ്ടു നിർത്തും. അവർ ലവേഴ്സ് ആണോ ഫ്രണ്ട്സ് ആണോ അതോ അവർ തമ്മിൽ എന്തെങ്കിലും ശത്രുതയിലാണോ എന്നൊന്നും തന്നെ സൂര്യൻ അറിയില്ല. പക്ഷെ അവരുടെ ലവ് പെർസെന്റേജ് ആപ്പ് എത്രയാണോ കാണിക്കുന്നത് അത് വെച്ചിട്ട് അവരുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു വന്ന 2 പേരുടെ പെർസെന്റേജ് നോക്കിയപ്പോൾ അവർക്ക് 60% കൂടുതലുണ്ട്. സൂര്യൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് തന്നെയാണോ എന്ന്. അവർ സൂര്യനോട് സത്യം പറയുന്നു, തങ്ങൾ ഫ്രണ്ട്സ് അല്ല, തങ്ങൾ സീക്രട്ട് ആയിട്ട് റിലേഷൻഷിപ്പിലാണെന്ന്. ആപ്പിന് അതൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് ആപ്പ് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് സൂര്യൻ എല്ലാവരോടും പറയുന്നു. നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞിട്ട് വന്ന 2 പേരുടെ ലവ് പെർസെന്റേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ കുറവായിരുന്നു. ശരിക്കും നിങ്ങൾ ഹാപ്പി കപ്പിളാണോ എന്ന് സൂര്യൻ ചോദിച്ചതും അവർ സത്യം തുറന്നു പറയുന്നു. അവരൊട്ടും ഹാപ്പി ആയിരുന്നില്ല, ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവരായിരുന്നു. ലൈക്ക് ആപ്പ് കൊടുക്കുന്ന പെർസെന്റേജ് എല്ലാം കറക്റ്റ് ആണെന്ന് ഇതിലൂടെ സൂര്യൻ എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നു. അതിനിടയ്ക്ക് ധീമയ്ക്ക് ഉടനെ നടക്കാൻ പോകുന്ന ഹാലോവിൻ പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. നമ്മുടെ ഗ്യാങ് ആയിരിക്കണം നല്ല പോലെ
പേടിപ്പിക്കുന്ന കോസ്റ്റ്യൂം ഇട്ട് പോകാൻ. എന്നാൽ മാത്രമേ എല്ലാവരും എന്റെ അടുത്ത് സെൽഫി എടുക്കാൻ വരികയും എന്റെ വീഡിയോ വൈറലാകുകയും ചെയ്യൂ. സോഷ്യൽ മീഡിയയിൽ അവൾക്ക് ഗോൾഡൻ ബട്ടൺ കിട്ടണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് 1 മില്യൺ ഫോളോവേഴ്സ് എങ്കിലും ആവണം. ആ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള കഷ്ടപ്പാടിലായിരുന്നു അവൾ പറഞ്ഞ പ്രകാരം എല്ലാവരും നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നു. എന്നാൽ ധീമയെ കണ്ടിട്ട് ആർക്കും പേടി തോന്നുന്നില്ല. തനിക്ക് നല്ലപോലെ പേടിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോസ്റ്റ്യൂമിൽ ചേഞ്ച് വരുത്തണമെന്ന് അവൾ ആഗ്രഹിച്ചു. അവളുടെ വിഷമം കണ്ടിട്ട് വാസാകട്ടെ എല്ലാ കാര്യങ്ങളും അവളുടെ ഫേസിൽ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. റിയൽ ആയിട്ട് ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി പേടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അവൻ ആരും അറിയാതെ സ്വന്തം കൈ മുറിച്ച് ആ ബ്ലഡ് എടുത്തിട്ടാണ് അവളുടെ മുഖത്ത് തേച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പോലും ആൾക്കാരെ തന്നെ അധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി അവർ പുതിയൊരു പ്ലാൻ ഇടുന്നു. അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിലൂടെ ധീമ നീങ്ങിപ്പോകുന്നതായിട്ട് ആൾക്കാരെ കാണിക്കണം. ഒരു പ്രേതം പോകുന്ന പോലെ ഉണ്ടാകണം. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ ജോളി അടിയിൽ നിന്നും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ടേബിള് വെള്ളത്തിന്റെ മുകളിലേക്ക് കാണിക്കണം. അതിന്റെ മുകളിൽ ധീമ കയറി നിൽക്കും. ജോളി അതും കൊണ്ട് വെള്ളത്തിനടിയിലൂടെ നടന്നു നീങ്ങുന്നതനുസരിച്ച് ധീമയും മുകളിലൂടെ പോകും. കാണുന്നവർക്ക് തോന്നേണ്ടത് ധീമ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. പ്ലാനൊക്കെ ഇട്ട ശേഷം ധീമയാകട്ടെ പറഞ്ഞ പ്രകാരം പൂളിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ആ സമയം ജോളിയാകട്ടെ വേറെ ആരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജോളി വെള്ളത്തിന്റെ അടിയിൽ ഇല്ലാന്ന് കണ്ടതും കറക്റ്റ് സമയത്ത് വാസ് ഓടിപ്പോയി ആ ടേബിൾ പിടിക്കുന്നു. അവൻ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിന്ന് ആ ടേബിളും പിടിച്ചുകൊണ്ട് പതിയെ നടക്കാൻ ആരംഭിച്ചു. ധീമയുടെ ഫുൾ വെയിറ്റും അവനായിരുന്നു ചുമന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സീൻ കണ്ടതും എല്ലാവരും വീഡിയോ എടുക്കാനും അത്ഭുതത്തോടെ നോക്കാനും ആരംഭിച്ചു. അവളുടെ ആ വീഡിയോ നിമിഷം നേരം കൊണ്ട് വൈറലാകുന്നുണ്ടായിരുന്നു. വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നതിന്റെ സീക്രട്ട് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വാസ് മാക്സിമം തന്റെ ശ്വാസം ഹോൾഡ് ചെയ്ത് തന്നെ പിടിച്ചിരിക്കുകയാണ്. അവൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് മനസ്സിലാക്കുന്നത് ജോളി ആയിരുന്നില്ല വെള്ളത്തിന്റെ അടിയിലെന്നും അത് വാസായിരുന്നുവെന്നും. അവളുടെ വീഡിയോ വൈറലായതോടുകൂടി അവൾക്ക് ഗോൾഡ് സ്റ്റാറ്റസ് കിട്ടി. ഗോൾഡ് സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനിയും വീഡിയോസ് ഒക്കെ ഇടുന്നത് എന്തിനാണെന്ന് വാസ് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എപ്പോഴും എൻഗേജിംഗ് ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമേ അൽഗോരിതം നമ്മളെയും അതിനനുസരിച്ച് കൊണ്ടുപോകുമെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് വ്യൂസും കിട്ടില്ല. അവൾക്ക് വേണ്ടി അവനെടുത്ത റിസ്കിന് അവൾ താങ്ക്സ് പറയുന്നുണ്ട്. നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാ എനിക്ക് ആഗ്രഹമെന്ന് വാസം പറയുന്നു. പതിയെ പതിയെ അവൾക്കും അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയായിരുന്നു. പിന്നീട് അവർ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ഇതിന്റെ ഇടയ്ക്ക് നിന്നും ബൈ പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും കിസ് ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ അവൾ വാസനെയും കിസ് ചെയ്യും. ആ സമയം ധീമയ്ക്ക് സംശയം തോന്നി ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ എന്ന്. വാസ് പറയുന്നുണ്ട്. എന്നാൽ വാസ് പറയുന്നുണ്ട് അവൾ എന്നെ മാത്രമല്ല ബാക്കി എല്ലാവരെയും കിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കേണ്ട എന്ന്. അവൾ എന്റെ ഫ്രണ്ട് മാത്രമാണെന്ന്. അങ്ങനെ പതിയെ ധീമയും വാസും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നു. അതുവരെയും ജസ്റ്റ് കണക്റ്റഡ് ആയിട്ടിരുന്ന അവരുടെ ലൈക്ക് ആപ്പ് തമ്മിൽ കമ്മിറ്റഡ് ആക്കുകയാണ് അവർ. കമ്മിറ്റഡ് ആകുന്നതോടുകൂടി രണ്ടുപേരും പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആപ്പ് എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ലവ് സ്കോർ നോക്കുന്ന ലൈക്ക് ആപ്പിലെ ആ ഒരു ഫീച്ചർ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ലവ് സ്കോർ നോക്കിയപ്പോൾ കുറവാണെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആക്കിപ്പോയി. ചിലരൊക്കെ ലവ് സ്കോർ നോക്കി 90% ഉള്ളത് കൊണ്ട് ആ റിലേഷൻഷിപ്പിൽ തന്നെ തുടർന്നു. അങ്ങനെ തങ്ങളുടെ പ്രണയവും ഇതുപോലെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ ധീമയ്ക്ക് വാസനെ കിസ് ചെയ്യണമെന്ന് തോന്നി. എന്നാൽ കിസ് ചെയ്യുന്നതിനും സെക്സിനും ഒക്കെ മുന്നേ നമ്മുടെ ലവ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് അവള് പറയുന്നു. ലവ് സ്കോറിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നത്, നമ്മൾ പെർഫെക്റ്റ് മാച്ച് ആണെന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നെ പ്രണയിക്കുന്നെന്നും വാസു പറയുന്നുണ്ട്. എന്നാലും ലൈക്ക് ആപ്പ് പറയുകയാണെങ്കിൽ അത് 100% ശരിയായിരിക്കും. ആപ്പിലൂടെ നമുക്ക് നമ്മുടെ ലവ് പെർസെന്റേജ് കൂടി ചെക്ക് ചെയ്യാമെന്ന് ധീമ പറഞ്ഞു. ഒടുവിൽ അവളുടെ നിർബന്ധം കാരണം വാസും സമ്മതിച്ചു. പക്ഷെ അവർ ലവ് പെർസെന്റേജ് ചെക്ക് ചെയ്തപ്പോൾ അത് വെറും 3% ആയിരുന്നു കാണിച്ചിരുന്നത്. അതോടുകൂടി ധീമയ്ക്ക് ആ റിലേഷൻഷിപ്പിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ആപ്പിന് ഒരിക്കലും തെറ്റുപറ്റില്ല, നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഹാപ്പി ആയിട്ട് ജീവിക്കില്ല, നമുക്കിടയിൽ ലവ് ഇല്ല എന്നാണ് ആപ്പ് പറയുന്നതെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഫീലിംഗ്സിനേക്കാൾ കൂടുതൽ ഒരു ആപ്പിന് നീ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് വാസ് അവളോട് ചോദിക്കുന്നത്. ആ പേരും പറഞ്ഞ് അവർക്കിടയിൽ വഴക്കാകുന്നു. ദേഷ്യം വന്ന വാസാകട്ടെ ചീത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നു. അതോടുകൂടി ധീമ പറയുന്നുണ്ട് എനിക്ക് ചീത്ത വാക്കുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടമല്ല, അത് ആപ്പിന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് നമ്മുടെ ഈ പെർസെന്റേജ് ഇത്രയും കുറവ് കാട്ടിയതെന്ന്. നിന്റെ തനി സ്വരൂപം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ആപ്പ് തന്നെയാണ് കറക്റ്റ്, നമ്മൾ തമ്മിൽ ശരിയാവില്ല, ബ്രേക്കപ്പ് ആക്കിയെങ്കിലേ പറ്റൂ. വാസ് അവളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും അവൾ അതൊന്നും കേട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഈ കാഴ്ച കണ്ടുകൊണ്ട് വാസിന്റെ അച്ഛനും അവിടേക്ക് വരുന്നു. വാസിന്റെ അച്ഛനും ഇതിനോടകം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഫോൺ യൂസ് ചെയ്യുന്നുവെന്നും ഇതുപോലൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെന്നും. തന്റെ മകനെ ഏതവസ്ഥയിൽ കാണരുതെന്ന് ആഗ്രഹിച്ചോ ആ അവസ്ഥയിൽ തന്നെയാണ് അവന്റെ അച്ഛൻ അവനെ കണ്ടിരിക്കുന്നത്. ആപ്പിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ച് സൂര്യനും തന്റെ സ്ക്രീനിൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ ആപ്പൊക്കെ ഫേക്കാണ്, അത് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ കൽക്കിയുടെ കയ്യിലുള്ള ആപ്പുമായിട്ട് വാസു തന്റെ ഒന്ന് കണക്ട് ചെയ്യുന്നു. അതിലാകട്ടെ അവരുടെ ലവ് പെർസെന്റേജ് 90ക്ക് മുകളിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ധീമ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലാണ് ശരിക്കും പെർഫെക്റ്റ് മാച്ച്, അതുകൊണ്ടാണ് ആപ്പ് 90ക്ക് മുകളിൽ നിങ്ങളുടെ ലവ് പെർസെന്റേജ് കാണിച്ചതെന്ന്. എന്നാൽ വാസു പറയുന്നു തങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ്, ഞങ്ങൾക്കിടയിൽ ലവ് ഇല്ല, ഈ ആപ്പ് തെറ്റാ കാണിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ധീമ അവനെ ഉപേക്ഷിച്ചു പോയി. ദേഷ്യം വന്ന വാസാകട്ടെ സൂര്യനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ആപ്പ് തെറ്റാണെന്നും മനുഷ്യന്റെ ഫീലിംഗ്സിനെ ഇതിന് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും ഇതിൽ കാണിക്കുന്ന ലവ് പെർസെന്റേജ് എല്ലാം കള്ളത്തരമാണെന്നും താൻ തെളിയിക്കുമെന്ന്. വാസനെ അവന്റെ അച്ഛൻ കുറെ വഴക്ക് പറയുന്നു. യന്ത്രം പറയുന്ന കാര്യം കേട്ടിട്ട് തന്റെ മകന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കാതെ ഇതുപോലൊരു ആപ്പിനെയൊക്കെ വിശ്വസിച്ചു പോകുന്ന പെൺകുട്ടിയുടെ പിറകെ പോയി തന്റെ മകന്റെ ജീവിതം
നശിക്കുമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ആ ആപ്പിനെതിരെ സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം വാസാകട്ടെ സൂര്യനോട് പോയി പറയുന്നുണ്ട്, നിങ്ങളുടെ ആപ്പിന് മനുഷ്യന്റെ ഫീലിംഗ്സിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ലവ് എന്ന് പറയുന്നൊരു ഫീലിംഗ്സ് ആണ്. ആ ഫീലിംഗ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ മനസ്സിനെ അറിയൂ, അല്ലാതെ ആപ്പല്ല ലവിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ സൂര്യൻ തയ്യാറായിരുന്നില്ല. ഈ ആപ്പ് മൂലം പ്രണയത്തകർച്ച ഉണ്ടായ പല ആൾക്കാരെയും വാസ് കണ്ടെത്തുകയും അവരോടെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നു. അവരിൽ പലരുടെ റിലേഷൻഷിപ്പ് നല്ലതായിരുന്നു. ആപ്പിൽ പെർസെന്റേജ് കുറവ് കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പലരും ബ്രേക്കപ്പ് ആയത്. വീൽചെയറിലിരിക്കുന്ന ആ ലേഡിയെയും ഇവർ പോയി കാണുന്നുണ്ട്. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ഇവര് തമ്മിൽ ഒട്ടും ഒത്തൊരുമയില്ലെന്നാണ് വാസ് ചിന്തിച്ചത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ വാസിന് മനസ്സിലായി ആ സ്ത്രീ എത്രത്തോളം ആ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം ആ സ്ത്രീ മാത്രമേ അവരുടെ ഹസ്ബൻഡിനെ വഴക്ക് പറയൂ. മറ്റാരെങ്കിലും അവരുടെ ഹസ്ബൻഡിനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്റെ ഹസ്ബൻഡിന് വേണ്ടി സംസാരിക്കും. പരസ്പരം വഴക്കിടുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളില് അത്രയധികം പ്രണയവും ഉണ്ട്. പക്ഷെ ആ ഫീലിംഗ്സ് അവരുടെ കയ്യിലുള്ള ഈ ആപ്പിന് അറിയില്ല. ആപ്പ് അവർക്ക് കൊടുക്കുന്ന ലവ് പെർസെന്റേജ് 29 ആണ്. പക്ഷെ അവരുടെ ബന്ധം അതിനേക്കാൾ സ്ട്രോങ് ആണ്. സോഷ്യൽ മീഡിയയിലൂടെ വാസ് ഈ സത്യാവസ്ഥയെല്ലാം മറ്റുള്ളവരെ അറിയിക്കുന്നു. ഒരുപാട് ആൾക്കാര് ഈ ആപ്പ് ഫേക്ക് ആണെന്നും ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലെന്നും വിശ്വസിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അയാൾക്ക് ആക്സിഡന്റ് പറ്റിക്കിടന്നപ്പോൾ അയാളുടെ കാമുകി അവളുടെ എക്സിന്റെ കൂടെയായിരുന്നുവെന്ന്. അത് ആപ്പാണ് കാണിച്ചു കൊടുത്തതെന്ന്. ആ പെൺകുട്ടിയെ കണ്ടെത്തി വാസ് സംസാരിക്കുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടി റിയാലിറ്റി എന്താണെന്ന് പറയുന്നത്. തന്റെ ബോയ് ഫ്രണ്ടിന് ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് പല ആൾക്കാരോടും കാശിന് വേണ്ടി അവൾ യാചിക്കുകയായിരുന്നു. ആ സമയം അവളുടെ എക്സ് ആണ് കാശ് കൊടുത്ത് അവളെ സഹായിച്ചത്. ഇമോഷണലി ഒരുപാട് തകർന്നിരുന്ന അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ഹഗ് ചെയ്തത്. അല്ലാതെ അവർക്കിടയിൽ മറ്റൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ആപ്പ് ആകട്ടെ അതെല്ലാം വീഡിയോ എടുത്തു വെച്ച് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ബോയ് ഫ്രണ്ടിനെ കാണിച്ചത്. ആ തെറ്റിദ്ധാരണയായിരുന്നു അവരുടെ റിലേഷൻഷിപ്പ് തകരാനും കാരണം. ആപ്പിന് ആ സമയത്ത് തന്റെ ഫീലിംഗ്സ് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതും കൂടി ആയപ്പോഴത്തേക്ക് ഈ ആപ്പ് നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പല ആൾക്കാർക്കും മനസ്സിലായി. പലരും അത് യൂസ് ചെയ്യുന്നത് നിർത്താൻ തുടങ്ങി. അതോടുകൂടി ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുകയും സൂര്യന് ഒരുപാട് നഷ്ടം വരികയും ചെയ്യുന്നുണ്ട്. സൂര്യനോട് വാസാകട്ട ബെറ്റ് വെച്ചിട്ടാണ് പോയത്. 30 ദിവസത്തിനുള്ളിൽ താനും ദീമയും പ്രണയത്തിലാകുമെന്നും ഈ ആപ്പ് തെറ്റാണെന്ന് താൻ എല്ലാവരെയും തെളിയിച്ച് കാണിക്കുമെന്നും. അത് കാരണം അവൻ ദീമയോട് വീണ്ടും വീണ്ടും അടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പാടില്ല എന്നും തന്റെ ആപ്പാണ് കറക്റ്റ് എന്ന് മറ്റുള്ളവരെ അറിയിക്കണമെന്നും വിചാരിച്ചിരുന്ന സൂര്യനാകട്ടെ കൽക്കിയുടെ സോഷ്യൽ മീഡിയയിൽ നിറയെ ഫ്രണ്ട്ഷിപ്പാണ് ലവ് എന്നും നല്ല ഫ്രണ്ട്സിന് മാത്രമേ നല്ല ലവറായിട്ട് ഇരിക്കാൻ പറ്റൂന്നും ഫ്രണ്ട്സിനിടയിലുള്ള പ്രണയം പലപ്പോഴും അറിയാതെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോഡ്സുകൾ കാണിക്കുന്നു. അവളുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഫ്രണ്ട്ഷിപ്പ് ലവുമായിട്ടുള്ള കോഡ്സുകളായിരുന്നു. അതോടുകൂടി അവളുടെ മനസ്സിലും തോന്നാൻ തുടങ്ങി തന്റെ ബെസ്റ്റ് മാച്ച് വാസാണെന്ന്. ദീമയുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ലവ് ആപ്പ് നല്ലതാണെന്നും അത് പറയുന്നത് മാത്രമാണ് ശരിയെന്നും കാണിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കൂടാതെ അവളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരാനും സൂര്യൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾ ഒരു സമയത്തും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ നല്ല പയ്യന്മാര് അവളുടെ ചുറ്റും ഉണ്ടാകണം. അത് കാരണം വാസനാകട്ടെ അവളുടെ അടുത്തേക്ക് പോകാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. ഇവരെ തമ്മിൽ അകറ്റി നിർത്തുന്ന സൂര്യന്റെ പ്ലാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു സൈഡില് കൽക്കിയുടെ മനസ്സിലേക്ക് കൽക്കിയുടെ ബെസ്റ്റ് പാർട്ണർ വാസാണെന്നുള്ള കാര്യങ്ങളും ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. അതോടെ ഒരു ദിവസം കൽക്കിയാകട്ടെ വാസിനോട് വന്ന് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ലവ് പെർസെന്റേജ് ലൈക്ക് ആപ്പ് കാണിച്ചത് 93% ആണ്. നമ്മൾ തന്നെയാണ് പെർഫെക്റ്റ് മാച്ച്. നമ്മളാണ് ഒരു കപ്പിളാകേണ്ടത്. നീ ഒരിക്കലും ദീമയുടെ കൂടെയല്ല ചേരേണ്ടത്. എന്നാൽ വാസ് അവളെ വഴക്ക് പറയുന്നു. നീ ഈ ആപ്പിനെയാണോ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ പോയി. അവനാകട്ടെ പിറകെ പോയി അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്ന പോലെ നിൽക്കുന്നു. ഇതെല്ലാം തന്നെ സീക്രട്ട് ആയിട്ട് സൂര്യന്റെ ആൾക്കാര് കുറച്ച് കുട്ടികളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നുണ്ട്. ആ വീഡിയോ മോർഫ് ചെയ്ത് അവർ വേറെ രീതിയിലാണ് പബ്ലിക്കിലേക്ക് കാണിക്കുന്നത്. ദാസ് കൽക്കി കിസ് ചെയ്യുന്ന പോലെയായിരുന്നു അവർ വീഡിയോ നിർമ്മിച്ചത്. ഇത് കണ്ട ദീമയും ആകെ തകർന്നുപോയി. അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ആപ്പിനോട് ചോദിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ പെർഫെക്റ്റ് മാച്ച് ആണെങ്കിൽ ഞാൻ എന്തിനാണ് ഇത് കണ്ടിട്ട് കരയുന്നതെന്ന്. എനിക്ക് ഈ സമയം ദേഷ്യമല്ലേ തോന്നേണ്ടത്. ആപ്പും പറയുന്നുണ്ട്, നീ ഈ സമയം ദേഷ്യപ്പെടുകയാണ് വേണ്ടത്, അല്ലാതെ നീ കരയുകയല്ല വേണ്ടത്. ആപ്പ് പറയുന്ന ഫീലിംഗ്സ് ഒന്നാണ്, പക്ഷെ തന്റെ മനസ്സിൽ തോന്നുന്ന ഫീലിംഗ്സ് മറ്റൊന്നാണ്. ദീമയ്ക്ക് മനസ്സിലായി തന്റെ ഫീലിംഗ്സ് ഈ ആപ്പിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന്. അവൾ ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. നീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ സൂര്യൻ ഒരിടത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അയാളാകട്ടെ ആപ്പിന്റെ സഹായത്തോടു കൂടി പെട്ടെന്ന് ദീമയോട് പറയുന്നുണ്ട്, ആപ്പ് പറയുന്നതാണ് ശരി, നീ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട എന്ന്. എന്നാൽ ആപ്പിൽ മറ്റൊരാളുടെ സൗണ്ട് കേട്ടതും ദീമയ്ക്ക് മനസ്സിലായി ആരോ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന്. അവൾ കുറച്ചു നേരത്തേക്ക് അത് ഓഫാക്കി വെക്കുന്നു. അന്ന് രാത്രി മുഴുവൻ വാസനെ ആലോചിച്ച് അവൾ കരയുന്നുണ്ട്. ശരിക്കും അവളുടെ മനസ്സിൽ അവനോട് ഇഷ്ടമുണ്ടായിരുന്നു. ആ വീഡിയോ ഇങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് കൽക്കിയും കാണുന്നുണ്ട്. പക്ഷെ അന്നദാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് കൽക്കി ആലോചിക്കുന്നു. വാസാകട്ടെ അവളെ കിസ് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവള് പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. എന്നാൽ വാസ് പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, നമ്മൾ നല്ല മാച്ച് ആണെന്നൊക്കെയല്ലേ പറഞ്ഞത്, എന്നാൽ നമുക്ക് കിസ് ചെയ്യാന്ന്. പക്ഷെ അവളെ കൊണ്ട് അവനെ കിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവൾ അവനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരാപ്പ് ഇവർ തമ്മിൽ നല്ല മാച്ച് ആണെന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് ഇവർക്കിടയിൽ ആ ഫീലിംഗ്സ് വരണമെന്നില്ല. വാസിനെ സംബന്ധിച്ചും കൽക്കി എന്നും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും. അത് കാരണം കൽക്കി ആകട്ടെ ഒരു വീഡിയോ ഇടുന്നു. ഞാനും വാസും തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നും ഈ വീഡിയോ ഒക്കെ ഫേക്ക് ആണെന്നും
അതോടുകൂടി ആൾക്കാരെല്ലാം വീണ്ടും സൂര്യനും ലവ് ആപ്പിനെതിരെയും തിരിഞ്ഞു. പക്ഷെ അപ്പോഴും ധീമ വാസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ധീമയെ എങ്ങനെയെങ്കിലും ആ ഫോണിന്റെ ലോകത്തു നിന്നും ഓർഗാനിക് വേൾഡിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അവളോട് സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റൂ എന്ന് വാസിന് മനസ്സിലായി. അതിനു വേണ്ടിയിട്ട് ജോലിയുടെ സഹായം തേടുന്നു. എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തെങ്കിൽ മാത്രമേ ഓർഗാനിക് വേൾഡിലേക്ക് വരാൻ പറ്റൂ. ഇവളോട് ഒരു ചോക്ലേറ്റിന്റെ പ്രൊമോഷൻ നടത്താൻ പറയുന്നു. എന്നാൽ ആ ചോക്ലേറ്റിലാകട്ടെ ഡ്രഗ്സ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വമാണ് ജോലി ഇത് ചെയ്യിക്കുന്നത്. അതിന്റെ പ്രൊമോഷൻ വീഡിയോ അവൾ ഇട്ടതും അവളുടെ അക്കൗണ്ടിന് ബാൻ കിട്ടി. അവൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഓർഗാനിക് വേൾഡിൽ പോയി നിന്നെങ്കിലേ പറ്റൂ. വാസ് ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. അവിടെ എത്തിയ ധീമയാകട്ടെ അവിടുത്തെ റൂൾസ് പ്രകാരം ഫോണിൽ ചിപ്പൂരി മാറ്റുകയും ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു. ഓൾറെഡി തന്നെ അവളുടെ അമ്മ അവിടെ ഉണ്ടല്ലോ. അവൾ നേരെ അമ്മയെ കാണാൻ ചെല്ലുന്നു. അന്ന് ആദ്യമായിട്ട് അവളുടെ അമ്മ അവളോട് നിനക്ക് സുഖമാണോ, നിന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇപ്പൊ ആഹാരം കഴിക്കുന്നില്ലേ, നന്നായിട്ട് ഹെൽത്ത് നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. സാധാരണ എപ്പോഴും അവളെ കാണുമ്പോ നിന്റെ ഫോളോവേഴ്സ് ഒക്കെ കയറിയോ, നല്ലപോലെ വീഡിയോസ് ചെയ്യുന്നില്ലേ, റീൽ ചെയ്യുന്നില്ലേ എന്നൊക്കെയായിരുന്നു അവളുടെ അമ്മ ചോദിച്ചുകൊണ്ടിരുന്നത്. അവളുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ അവളുടെ അമ്മ ചോദിക്കാൻ തുടങ്ങിയത് ഫോണിന്റെ ലോകത്ത് നിന്നും അവർ ശരിക്കും റിയാലിറ്റിയിലേക്ക് വന്നതുകൊണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്റെ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു മനസ്സിലാക്കി സൂര്യനാകട്ടെ വാസിനെ കാണാൻ വിളിക്കുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നീയും ധീമയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്നും നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് തന്നെ ഇരിക്കണമെന്നും തന്റെ ആപ്പ് ബെസ്റ്റ് ആണെന്ന് എല്ലാവരെയും അറിയിക്കണമെന്നും പറയുന്നു. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും തരാമെന്ന് സൂര്യൻ പറയുന്നുണ്ട്. എന്നാൽ വാസ് അതൊന്നും സമ്മതിക്കുന്നില്ല. സൂര്യന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരന്റെ കയ്യിൽ കുറച്ച് ക്യാമറാസ് ഒക്കെ ആയിട്ടായിരുന്നു വാസ് വന്നത്. എന്നാൽ ആ ക്യാമറാസ് എല്ലാം തന്നെ സൂര്യന്റെ ആൾക്കാർ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. അത് കാരണം ഇയാൾ സംസാരിച്ച കാര്യങ്ങളൊന്നും ഇവർക്ക് റെക്കോർഡാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അത് പുറത്തുവിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാമായിരുന്നു. ഓർഗാനിക് വേൾഡിലെത്തിയ വാസാകട്ടെ വീണ്ടും വീണ്ടും ധീമയോട് സംസാരിക്കാനും അവളെ കൺവിൻസ് ചെയ്യാനും ശ്രമിക്കുന്നു. ധീമയ്ക്ക് അപ്പോഴും അവരുടെ റിലേഷൻഷിപ്പിൽ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ അമ്മയെ പോലെ തെറ്റായിട്ടൊരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് താൻ അതുമൂലം സങ്കടപ്പെടേണ്ടി വരുമെന്നായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് കൽക്കിയും വന്ന് അവളോട് സംസാരിക്കുന്നു. ഞാനും വാസും നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്നും ഒരിക്കലും നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല എന്നും. പതിയെ പതിയെ ധീമയെ മനസ്സിലാക്കാൻ തുടങ്ങിയായിരുന്നു. ആപ്പ് പറയുന്നതിനേക്കാളൊക്കെ കൂടുതൽ അവളുടെ മനസ്സിൽ മറ്റു ഫീലിംഗ്സ് ഉണ്ടെന്ന്, എപ്പോഴും ആപ്പ് മാത്രമല്ല സത്യമെന്ന്. കൂടാതെ ഫോൺ യൂസ് ചെയ്യാതെ അവൾ വല്ലാതെ ബോറടിക്കുന്നുണ്ടായിരുന്നു അവിടെ. റിയൽ ആയിട്ടുള്ള ലൈക്കും കമന്റും ഒക്കെ എന്താണെന്ന് വാസ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ ഡാൻസ് കളിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം കൈയടിക്കുകയും നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതാണ് റിയൽ ആയിട്ടുള്ള ലൈക്കും കമന്റും. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വേൾഡിൽ ജീവിക്കുമ്പോൾ അതിൽ കിട്ടുന്ന കമന്റും ലൈക്കും ഒന്നുമല്ല വലുത്. സോഷ്യൽ മീഡിയയിലെ വീഡിയോ കാണുന്ന പോലെ പല കാര്യങ്ങളും അവിടെ അവൻ അവൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നു. അവിടെ നമുക്ക് വീഡിയോയിലെ കാണാൻ പറ്റൂ. ഇതെല്ലാം റിയൽ ആയിട്ട് തൊട്ട് വരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പണ്ട് ചോദിച്ചിട്ട് പോലും അവളുടെ മമ്മി അവൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇന്നവൾ ചോദിക്കാതെ തന്നെ അവളുടെ മമ്മി അവൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഫോണിന്റെ ലോകത്തുനിന്ന് പുറത്തു വന്നതോടുകൂടി അവരതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ലോകത്തെക്കായാലും ഒരുപാട് സന്തോഷം തരുന്ന നല്ലൊരു ലോകം പുറത്തുണ്ടെന്ന് ധീമ മനസ്സിലാക്കി. അങ്ങനെ ധീമയും വാസും തമ്മിൽ വീണ്ടും ഒന്നിക്കുകയാണ്. ധീമയാകട്ടെ വാസുനോട് പറയുന്നുണ്ട്, നാളെ ഞാൻ ഇവിടുന്ന് പുറത്തു പോകുമ്പോ നമ്മൾ രണ്ടുപേരും കിസ് ചെയ്യുന്ന ഫോട്ടോ ഇട്ട ശേഷം ആ ലൈക്ക് ആപ്പ് ഫേക്ക് ആണെന്ന് ഞാൻ ജനങ്ങളെ മൊത്തം അറിയിക്കുമെന്ന്. ഇവിടെ തന്റെ ആപ്പ് പതിയെ പതിയെ ജനങ്ങളിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സൂര്യനാകട്ടെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ ടോർച്ചർ ചെയ്യുന്നു. അവരോടൊക്കെ കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറയുന്നു. എന്നാൽ അവര് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ലവ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ആപ്പ് കൊണ്ടുവന്നത്. വാസും ധീമയും ശരിക്കും പരസ്പരം പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ മനഃപൂർവ്വം അവരെ അകറ്റാൻ ശ്രമിക്കുന്നത്? സൂര്യൻ അവരോട് കാണിക്കുന്നത് തെറ്റാണെന്ന് സൂര്യന്റെ ജോലിക്കാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവരെതിർക്കാൻ തുടങ്ങിയതും സൂര്യൻ അവരുമായിട്ടും വഴക്കിടുന്നു. ആ സമയം സൂര്യന്റെ റിയാലിറ്റി ജനങ്ങൾ മുഴുവൻ അറിയണമെന്ന് ചിന്തിച്ച വാസാകട്ടെ ഓർഗാനിക് വേൾഡിൽ വെച്ചിരുന്ന ഫോണിന്റെ ജാമർ ജോലിയെ കൊണ്ട് ഓഫ് ആക്കിപ്പിക്കുന്നു. ജാമർ ഓഫ് ആക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ഫോണിലെല്ലാം സിഗ്നൽ വരും. കൽക്കയുടെ സഹായത്തോടു കൂടി കുറെ ഫോൺ സംഘടിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓണാക്കി വെക്കുന്നു. അതിലെല്ലാം ലൈവ് വീഡിയോ പോകുന്നുണ്ടായിരുന്നു. സൂര്യൻ ഇവിടെ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തി അടിക്കാൻ ശ്രമിക്കും. തന്നെ അടിക്കുന്ന വീഡിയോസ് മാത്രമേ ജനങ്ങൾ കാണാൻ പാടുള്ളൂ. അതോടുകൂടി സൂര്യന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അത് കഴിയുമ്പോഴേക്കും ജാമർ ഓണാക്കണം. അപ്പോഴേക്കും വീഡിയോ എല്ലാം ഓഫ് ആവും. ആ സമയം ഞാൻ സൂര്യനെ തിരിച്ചടിക്കും. ഇതായിരുന്നു വാസിന്റെ പ്ലാനിങ്. എന്താണെങ്കിലും വാസ് പ്ലാൻ ചെയ്ത പ്രകാരം ജോലിയെ കൊണ്ട് ജാമർ ഓഫ് ചെയ്യിപ്പിച്ചു. സൂര്യൻ അവിടേക്ക് വരികയും ചെയ്തു. സൂര്യന്റെ ആൾക്കാര് വാസിനെ അടിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് വീഡിയോ കട്ടാകുന്നു. കാരണം ഈ ജാമർ ഓഫ് ആയിരിക്കുന്നത് വാസിന്റെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്ലാനിംഗ് ഒന്നും അറിയാത്ത അയാളാകട്ടെ ആ ജാമർ വീണ്ടും ഓണാക്കുന്നു. അതോടുകൂടി ആൾക്കാർ ലൈവ് കാണുന്നത് നിൽക്കുകയും ചെയ്തു. സൂര്യനാകട്ടെ വാസിനെ കുറെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതിയിട്ട് വാസ് കുറെ നേരത്തേക്ക് അടിയൊക്കെ കൊള്ളുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ അവശനായിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് അവന്റെ അച്ഛൻ അവിടേക്ക് വരുന്നതും കാര്യങ്ങൾ അറിയുന്നതും. താനിതൊന്നും അറിയാതെ ജാമർ ഓണാക്കി നിങ്ങളുടെ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടുണ്ടാകില്ല എന്ന് അയാൾ പറയുന്നു. അതോടുകൂടി തങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞ വിഷമത്തിലായിരുന്നു വാസിന്റെ കൂട്ടുകാർ. വാസാകട്ടെ അപ്പോഴും അബോധാവസ്ഥയിലാണ്. സൂര്യനാകട്ടെ ധീമയെ ഭീഷണിപ്പെടുത്തുന്നു. എന്നെപ്പോൾ ഒരാൾ വന്നപ്പോ ഇവന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല. ഇവൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കണം. എന്റെ ആപ്പായിരുന്നു ശരിയെന്നും നീയും വാസും തമ്മിൽ ഒരിക്കലും ചേരില്ല എന്നും ജനങ്ങളോട് പറയണം. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവനെ ഞാൻ കൊന്നുകളയുമെന്ന് സൂര്യൻ പറയുന്നുണ്ട്. കാരണം എന്റെ ഒരു അടി പോലും ഇവന് താങ്ങാൻ പറ്റുന്നില്ല. ആ അവനാണോ നിന്നെ
ലൈഫ് ലോങ് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം കേട്ടതോടുകൂടി ധീമയെ ആകെ ടെൻഷനിലായി. പിറ്റേന്ന് രാവിലെ വാസിന് ബോധം വന്നെങ്കിലും അപ്പോഴേക്കും ധീമ അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു. വാസിനെ സൂര്യനൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞ പ്രകാരം അവൾ മറ്റൊരാളെ കണ്ടെത്തുകയും അയാളുമായിട്ട് പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്തു. എന്നാൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ വാസ് അവിടേക്ക് വരുമ്പോ അവളാകട്ടെ വാസിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, നിനക്കൊന്നും പറ്റരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ സൂര്യൻ നമ്മളെ ടോർച്ചർ ചെയ്യും. അതിലും നല്ലത് നീ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ ലൈഫിൽ നിന്ന് പോകുന്നതാ. എന്നാൽ ഇത് കേട്ട വാസിന് ദേഷ്യം വരുന്നു. അവൻ അവളോട് പറയുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് മാത്രം നീ എന്റെ കൂടെ വരാൻ, അതിനുശേഷം നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. അവളെയും കൂട്ടി നേരെ അവൻ പോകുന്നത് സൂര്യന്റെ അടുത്തേക്കാണ്. അവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ട് അവനാകട്ടെ സൂര്യനെ അടിക്കുന്നു. അയാൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചടിക്കാൻ അറിയാമെന്ന് അവൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന റോബോട്ടുകൾ മുഴുവൻ അവൻ തകർത്തു. ശരിക്കും ധീമയും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ധീമ വിചാരിച്ചത് സൂര്യന്റെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് എപ്പോഴും ബോധം കെട്ട് കിടക്കാനേ വാസിന് യോഗം ഉണ്ടാകുമെന്നാണ്. എന്നാൽ വാസ് ഇത്രത്തോളം നന്നായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അടികൊണ്ട് കിടന്ന സൂര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ തന്റെ റോബോട്ട്സിനോട് പറയുന്നു. ആ കൂട്ടത്തിൽ അയാളുടെ ഗേൾഫ്രണ്ട് ആയിട്ട് റോബോട്ട് ഉണ്ടായിരുന്നല്ലോ, ആ റോബോട്ടിനെ എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് വാസ് ശ്രമിച്ചപ്പോഴാണ് വാസിന് ആ സത്യം മനസ്സിലാകുന്നത്. അത് റോബോട്ട് ആയിരുന്നില്ല, അത് റിയൽ ആയിട്ട് തന്നെയുള്ള പെൺകുട്ടിയായിരുന്നു. റോബോട്ടിനെ പോലെ അവൾ വെറുതെ അഭിനയിക്കുകയായിരുന്നു. സൂര്യന്റെ ആ ഒരു റോബോട്ടും കള്ളമായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ സൂര്യനെ ഹെൽപ്പ് ചെയ്യാനും വന്നില്ല. അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സൂര്യൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന്. സൂര്യനും അവന്റെ ആപ്പും എല്ലാം തന്നെ ഫേക്കാണെന്നും അത് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും വാസ് ലോകത്തിനോട് തെളിയിച്ചു. എന്നിട്ട് അവൻ ധീമയോട് പറയുന്നുണ്ട്, നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞു വേണമെങ്കിലും ഒഴിവായി പോകാം, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടാ നീ എന്നെ വിട്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലുന്നു പേടിച്ചിട്ടാ എന്നെ ഇട്ടിട്ട് പോകുന്നത്, അങ്ങനൊന്നും പറഞ്ഞ് എന്നെ വെറുതെ ചെറുതാക്കാൻ പാടില്ല. ധീമയ്ക്കും അവൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. അവൾ എല്ലാവരുടെയും മുന്നിൽ ആ ആപ്പ് ഫേക്കാണെന്ന് തെളിയിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ധീമയ്ക്കും അവൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. അവൾ എല്ലാവരുടെയും മുന്നിൽ ആ ആപ്പ് ഫേക്കാണെന്ന് തെളിയിക്കുന്നു. ആ സംഭവത്തോടു കൂടി സൂര്യന്റെ ആപ്പ് ഫേക്കാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും ഒരുപാട് പേർ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. അയാളുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയുകയും കംപ്ലൈന്റ് കിട്ടുകയും ചെയ്തതോടുകൂടി കോടതി അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ ആപ്പ് ഉപയോഗിച്ച് ആരുടെയും പേഴ്സണൽ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും സ്വന്തം ഭാര്യയുടെ പോലും ബാത്റൂം സീൻ അത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്നും പറയുന്നു. കാരണം ഒരു സ്ത്രീ കുളിക്കുന്നത് ഒരു ആപ്പനെന്ന് മാത്രമല്ല മറ്റാർക്കും റെക്കോർഡ് ചെയ്യാനോ കാണാനോ അവകാശമില്ല, അതിന് ദൈവമാണെങ്കിൽ പോലും. അതുകൊണ്ട് സൂര്യന്റെ ആപ്പ് കോടതി ബാൻ ചെയ്തു. ലൈക്ക് ആപ്പ് ബാൻ ചെയ്തതോടുകൂടി അത് തന്റെ അവസാനത്തെ വോയിസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു. പലരും പ്രണയിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടുപേർ തമ്മിൽ എങ്ങനെയാണ് പ്രണയത്തിൽ വീഴുന്നത്? ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ ചിലർ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും, പക്ഷെ അവർ തമ്മിൽ പ്രണയിക്കുന്നുമില്ല. ചിലർ തമ്മിൽ പ്രണയം ഉണ്ടായിട്ടും അവർക്കിടയിൽ അടിയുണ്ടാകുന്നു. എന്നാൽ ചിലർ തമ്മിൽ എപ്പോഴും അടിയായിരിക്കും, പക്ഷെ അവർക്കിടയിൽ നല്ലൊരു പ്രണയമുണ്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല. ഒരു നിമിഷം പെട്ടെന്ന് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അടുത്ത നിമിഷം ഒരുമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വഴക്കിട്ട് ഒരുമിച്ച് ചേർന്നവർ വീണ്ടും വഴക്കിടുന്നു. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം മനുഷ്യന്റെ ഇമോഷൻസ് ആണ്, അതൊന്നും എനിക്ക് മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യന്ത്രത്തിനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നും അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നതാണെന്നും ആ ഫീലിംഗ്സ് ഒരു യന്ത്രത്തെ കൊണ്ടും അളക്കാൻ സാധിക്കില്ല എന്നും ലൈക്ക് പറയുന്നു. അതിനോടൊപ്പം ആ ആപ്പ് മൂലം അകന്നു പോയവരെല്ലാം ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.